ഉച്ചക്കത്തെ ഫുഡ് അത്ര പോരാ, പക്ഷെ മൂപ്പരൊന്നും പറഞ്ഞില്ല. ഇന്ന് രാത്രിത്തെ ഫുഡ് പുറത്തേക്ക് ആക്കാമെന്ന് മാത്രം പറഞ്ഞു. ആ ഒരു ചെറിയ കാര്യത്തിന് സമ്മതി എനിക്ക് വിട്ടിട്ടി. സാരക്ഷമയുടെ നെല്ലിപ്പലക കണ്ടോണ്ട് ഞാൻ അധികം മിണ്ടിയില്ല. പിന്നെ എനിക്ക് വായിക്കാൻ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു വീഡിയോ എടുത്ത്, അത്ര മാത്രം. അങ്ങനെ വീഡിയോയും പാസ്സാക്കിയത് ഈ ഒരു വളവ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്ന് മുന്നിൽ ചാടി. ആ ഓട്ടോയ്ക്ക് ഞങ്ങളുടെ വണ്ടിക്ക് കട്ടവെക്കലാണോ ഞങ്ങൾ ആ ഓട്ടോയ്ക്ക് കട്ടവെക്കലാണോ ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ മെയിൻ ഏരിയ എത്തിയപ്പോഴത്തേ ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക്. ഇതിനേക്കാളും ഭേദം ആ ഓട്ടോ ആയിരുന്നു. പിന്നെ അതിനിടയിൽ കൂടെ ഹരിയേട്ടൻ ഒരു സൈഡിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഹരിയേട്ടൻ ഇറങ്ങിയിട്ടും എൻ്റെ പണി ആ വണ്ടി നോക്കലായിരുന്നു. വല്ല കള്ളന്മാരും എടുത്തുകൊണ്ട് പോയാലോ. അതും കഴിഞ്ഞ് അവിടെ ആ വണ്ടി നിർത്തിയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. ഹരിയേട്ടൻ പോയിട്ട് വണ്ടി എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ഒരു ആശ്വാസം. അല്ലെങ്കിൽ അവർ നന്നായിട്ട് സ്മരിക്കുമെന്നറിയാം. അതും പാസ്സാക്കി. അതിനിടയിൽ കൂടെ ഞാനൊരു നോൺ വെജും കൂടെ പാസ്സാക്കി. വീട്ടിൽ അതിനുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേഗം ഞാൻ ആളെ കൊണ്ടുപോയിട്ട് ഒരു പച്ചക്കറി കട മുന്നിൽ കൊണ്ടു നിർത്തി. 4 കിലോ വല്ലുള്ളി വെറും 100 രൂപയ്ക്ക്. അതിനിടയിൽ അതും പറഞ്ഞ എന്നെ കളിയാക്കി. ഞാൻ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ 100 രൂപയ്ക്ക് മുകളിലാവും. ആള് വാങ്ങിച്ചിട്ട് 90 രൂപയാണല്ലോ. പക്ഷെ ഈ കുക്കിങ്ങൊക്കെ പാസ്സാക്കുന്ന രാത്രി 12:30 മാത്രം.